മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി വീണ്ടും സമൻസ് നൽകി. 3 തവണ സമൻസ് നൽകിയിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്ന വാദവുമായി ആം ആദ്മി പാർട്ടി നേതാക്കളും രംഗത്തെത്തി. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, വിശദാംശങ്ങൾ. 4ാം തവണയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുന്നത്. വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകുന്നു. കഴിഞ്ഞ 3 തവണയും അരവിന്ദ് കെജ്രിവാൾ ഓരോ ഒഴിവുകൾ പറഞ്ഞ് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും തടി തപ്പുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ധ്യാനത്തിന് പോകുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നു, ഇങ്ങനെ പല ന്യായീകരണങ്ങൾ കെജ്രിവാൾ നിരത്തി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കുരുക്ക് മുറുകുന്ന പശ്ചാത്തലത്തിലാണ് കെജ്രിവാൾ ഇത്തരത്തിൽ 3 തവണയും ചോദ്യം ചെയ്യലിൽ നിന്നും വിട്ടുനിന്നത് എന്ന നിലപാടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തുടർച്ചയായി 4ാം തവണയും ഇഡി അരവിന്ദ് കെജ്രിവാളിന്റെ നോട്ടീസ് നൽകുന്നത്. അതേസമയം കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യും എന്ന അഭ്യൂഹവും വളരെ ശക്തമാകുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയാണ് ഇത്തരം വാർത്താ പ്രചരണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ ആം ആദ്മി പ്രവർത്തകർ കൂട്ടം കൂടി നിൽക്കുകയും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇഡി ശ്രമിക്കുന്നു എന്ന വാർത്തകൾ AAP നേതാക്കൾ തന്നെ മാധ്യമങ്ങളിലേക്ക് നൽകുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം രൂപപ്പെടുന്നുണ്ട്. എന്തായാലും കെജ്രിവാളിനും ഈ കേസിൽ കുരുക്ക് മുറുകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിലാവുകയും പിന്നീട് ഇപ്പോഴും തീഹാർ ജയിലിൽ തുടരുകയും ചെയ്യുന്നത് ഇതേ മദ്യനയ അഴിമതി കേസിലാണ്. അതിനാൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കപ്പെട്ടാൽ സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകുമെന്ന ഭയമാണ് കെജ്രിവാളിനെ പിന്നിലേക്ക് നയിക്കുന്നത് എന്നാണ് BJP ആരോപിക്കുന്നത്. ആതിര. ശരി, ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.